തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒരു 8 പഞ്ചായത്തുകൾ ചേരുന്നതാണ് പുതുക്കാട് മണ്ഡലം. അതിൽ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിൽ LDFിനാണ് സ്വാധീന ശക്തി. 56,000 വോട്ടുണ്ട്, 35% ഉണ്ട്. UDFിന് 49,000 വോട്ട്, NDAക്ക് 38,000 വോട്ടുണ്ട്. അപ്പോൾ ത്രികോണ മത്സരമാണ് അവിടെ. അതേഴ്സ് 15,000 വോട്ട്. LDFിന് 63 മെമ്പർ ഉള്ളപ്പോൾ UDFിന് 60 മെമ്പറുണ്ട്, NDAക്ക് 22 ഉണ്ട്, അതേഴ്സ് 9. ഇത് ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ ഒരു 7,000 വോട്ടിൻ്റെയാണ് വ്യത്യാസം. നമുക്ക് അതിൻ്റെ പുതുക്കാണ്ട് ഹിസ്റ്ററി നോക്കിയാൽ 2011 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലമാണ് C. രവീന്ദ്രനാഥ്. പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹം സ്വീകാരനായ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ അപ്പോഴും 2011 മുതലാണ് 11 കൺവിൻസിംഗ് ആയിട്ട് ജയിച്ചു. 2016 C. രവീന്ദ്രനാഥ് 79,000 വോട്ട് അത് നിലനിർത്തി അദ്ദേഹം. അതിൽ ശ്രദ്ധിക്കേണ്ടത് BJPയുടെ A. നാഗേഷ്, അദ്ദേഹം 36,000 വോട്ട് പിടിച്ചു അന്ന് പോലെ. 2016 മുതൽ 2021 ആയപ്പോഴും സ്ഥാനാർത്ഥി മാറി. CPMന്റെ KK രാമചന്ദ്രനായി. എന്നാലും മണ്ഡല LDF നിലനിർത്തി പോകുന്നതാണ്. BJPയുടെ നാഗേഷ് ആ സെയിം വോട്ട് തന്നെ പിടിച്ചു. ഇത് ബാക്കി രണ്ടുപേരും സിമിലർ വോട്ട് തന്നെയാണ് പിടിക്കുന്നത്, 45,000 വോട്ട് പിടിക്കുന്നത്. അപ്പോൾ 26 ആയപ്പം സിറ്റിംഗ് MLA KK രാമചന്ദ്രനാണ് നിൽക്കുന്നത്. KM ബാബുരാജ് കോൺഗ്രസിൻ്റെതും, A. നാഗേഷ് തന്നെ അദ്ദേഹം തന്നെയാണ് BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 56,000 വോട്ട് ആണ്. വോട്ട് അവരുടെ പെർസെൻറ്റേജ് കുറഞ്ഞു. 56,000 വോട്ട് LDF മുന്നിലാണ്. UDF 49,000 വോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP കുറച്ച് വോട്ട് പിടിക്കും. 38,000 വോട്ട് 40,000 വോട്ട് എടുത്തെത്തും. എന്നാലും UDFിനായിരിക്കും കൂടുതൽ പിടിക്കുക. LDFിന് ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും പക്ഷെ ഈ മണ്ഡലത്തിൽ LDF ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ LDF ഒരു ചെറിയ മാർജിനിൽ, കുറച്ച് വോട്ട് കുറഞ്ഞാലും ചെറിയൊരു മാർജിനിൽ UDFിനെ തോൽപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സീറ്റ് നിലനിർത്തും.